ഇത് സ്വന്തമായിട്ട് ലെയർ ചെയ്തെടുത്തൊരു മാവാണ്. ഈ മാവ് ഏകദേശം വെച്ചിട്ട് ഇപ്പോൾ 2.5 കൊല്ലം ആവണേ ഉള്ളൂ കേട്ടോ. ഈ 2.5 കൊല്ലം കൊണ്ട് ഇതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. 2.5 കൊല്ലം കൊണ്ട് ഇതിൽ മാങ്ങ ഉണ്ടായി. അപ്പോൾ അത് ഒന്ന് പഴുത്തതായിട്ട് കാണുന്നുണ്ട്. ഞാൻ അത് കിളികളൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കവറിലാക്കി വെച്ചത്. കവറിലായപ്പോൾ പിന്നെ കിളികൾ കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇതാപ്പോൾ ചെറിയ മാങ്ങ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതാണോ ഇത് ഇപ്പം ഉണ്ടാവണ മാങ്ങയാണ്, ചെറുതായിട്ട് ഉണ്ടാവുകയാണ്, പൂത്ത് മാങ്ങ ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാനിത് ഒരു ഐഡിയ ചെയ്ത് വെച്ചു, ഇത് കവറിലാക്കി വെച്ചു മാങ്ങയൊക്കെ. ഇതാണോ ഇത് പറ്റില്ല. ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇത് ഏകദേശം കണ്ടോ നല്ല വലിപ്പം വെക്കുന്നുണ്ട് മാങ്ങ കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇത് ചാടിയല്ലോ. ഇത് പഴുത്തു കേട്ടോ. ഇത് നല്ല നിറം വന്നു, പഴുത്തു കണ്ടോ, നല്ല നിറം വന്നത്. ഇനി ഒന്നും കൂടി ഉണ്ട്, അതും കൂടി നോക്കട്ടെ. ഇത് ഏകദേശം ഇതൊരു 2-3 ദിവസം കൊണ്ട് ഇതും പഴുക്കും. അതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഈ മാവ് ഇതാണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഞാനൊരു കൊമ്പിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഒരു കൊമ്പ് ഒരു ഇത്ര നീളത്തിൽ ഇങ്ങനെ കളഞ്ഞിട്ടേ തോല് കളഞ്ഞിട്ട് അവിടെ ചാണകപ്പൊടിയും മണ്ണും വെച്ച് കെട്ടി അതിൻ്റെ അവിടെ വേര് പിടിച്ചപ്പോൾ അതിൻ്റെ അപ്പുറത്ത് മുറിച്ചിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് മാവാത്. അതിന് മുകളിലുണ്ടായ മാങ്ങ കേട്ടോ, സൂപ്പറാണ്. ഇത് ഒന്നുകൂടി കെട്ടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു മാങ്ങ നല്ല പഴുത്ത് കിട്ടിയിട്ടോ, കിളിയൊന്നും തിന്നാതെ ഒരു മാങ്ങ കിട്ടി. ഇത് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് നോക്കട്ടെ, ടേസ്റ്റ് നോക്കാം. ഇത് കെട്ടിയേക്കട്ടെ. ഇത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് റെഡിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിനുള്ളതേ ഉള്ളൂ. ഇത് കിളീനെ പറ്റിക്കാനുള്ളൊരു അടവാട്ടോ. കിളിക്ക് തിന്നാൻ കൊടുക്കില്ല, അവർ മാത്രം തിന്നണം, നമ്മൾ കഴിക്കണ്ട. ഇതിൻ്റെ മുകളിൽ നടക്കുക അത്യാവശ്യം മാങ്ങ ഉണ്ടായിരുന്നു അപ്പുറത്തൊക്കെ. ഇതിലിപ്പോൾ എന്താ ഇത് മെച്ചാൽ ഉയരം വയ്ക്കില്ല. ഇതാണ്ടോ അതിന് മുകളിൽ ഇപ്പോൾ ഉണ്ടായത് കുഞ്ഞി മാങ്ങ. അതേ കണ്ടോ, ആ ഷേപ്പ് ഉണ്ടോ, മാങ്ങേൻ്റെ ഷേപ്പ് ഉണ്ടോ, കുഞ്ഞി മാങ്ങ വലിയ മാങ്ങ. ഓക്കെ ബൈ.